മിസ് ഹൗസ് ആണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. നമുക്ക് 5 ചാപ്റ്ററോളം തീർക്കാനുണ്ട് അല്ലെ. ഇതിൽ 4ാമത്തെ ചാപ്റ്റർ റെയിൻ ബസേരമേ എന്ന് പറയുന്ന പാഠം വായിച്ച സമയത്ത് കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള പാഠമാണ്, മാത്രമല്ല കുറച്ച് ലാംഗ്വേജ് ഒക്കെ ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ആ പാഠം പഠിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാറിയോ, സിമ്പിൾ ആയിട്ട് കുറച്ച് പോയിന്റ്സ് ആയിട്ട് റെയിൻ ബസേരമേ പഠിക്കാൻ പോവാണ്. മാത്രമല്ല അത് എങ്ങനെ പഠിക്കാം, എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും എന്നുള്ള രീതിയൊക്കെ മിസ് പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു വീഡിയോയോട് കൂടി ഈ ഒരു ടെൻഷൻ അങ്ങ് ഒഴിവാക്കാം. ശ്രദ്ധിക്കാം. റെയിൻ ബസേരമേ എന്ന് വെച്ചാൽ എന്താ എന്നുള്ളത് ആദ്യം മക്കൾ മനസ്സിലാക്കണം. എന്താണ് ഈ റെയിൻ ബസേരമേ? രാത്രി നമ്മൾ തങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷെൽട്ടർ, അല്ലെങ്കിൽ രാത്രി തങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെയിൻ ബസേരമേ എന്ന് പറയുന്നത്. നൈറ്റ് ഷെൽട്ടർ എന്നൊക്കെ നമുക്ക് പറയാം. രാത്രി തങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെയിൻ ബസേരമേ എന്ന് വെച്ചാൽ എന്താന്നുള്ളത്. ഓക്കെ, ഇതാരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള, ഈ റെയിൻ ബസേരമേ എന്ന് പറയുന്ന അതിൽ കഥാപാത്രം ആരാണ്, അല്ലെങ്കിൽ ആരുടെ കഥയിൽ നിന്ന്, ആരുടെ പദയാത്രയാണ്, ഒരു പദയാത്രയിൽ നിന്ന് എടുത്തതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അമൃത്ലാൽ വേഗഡിന്റെ ആണ്. അമൃത്ലാൽ വേഗഡ് എന്ന് പറയുന്ന പേര് മക്കളൊന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, മിസ് കൃത്യമാക്കാം. നമ്മുടെ അമൃത്ലാൽ വേഗഡും അമൃത്ലാൽ വേഗഡിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ചോട്ടും കൂടി എന്ത് ചെയ്യാണ്, നർമ്മദാ തീരങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. അപ്പൊ ഈ യാത്ര നടത്തുന്ന സമയത്ത് അവര് പത്തോഡ എന്നൊരു ഗ്രാമത്തിൽ എന്താണ്, ഒരു ദിവസം അവർക്ക് തങ്ങേണ്ടി വരികയാണ്. അവിടെ നിന്ന് അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, റെയിൻ ബസേരമേ എന്ന് പറയുന്ന പാഠത്തിൽ പഠിക്കാനുള്ളത്. സാധാരണ നിലയിൽ നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ, ലാംഗ്വേജിൽ നമ്മൾ എപ്പോഴും മലയാളം അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതിന്റെ കഥ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ കഥ മനസ്സിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഹിന്ദിയുടെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ചോളാം, ഹിന്ദിയിൽ നിങ്ങൾ പോയിന്റ്സ് പഠിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റത്തില്ല. ആ കഥയുടെ പോയിന്റ്സ്, അതായത് സമ്മറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ലെറ്റർ, ഡയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതാണ് മിസ് ഈസി ആക്കി തരാൻ പോകുന്നത്. നോക്കാം, നമുക്കൊരു 12 പോയിന്റ് പഠിച്ചാൽ മതി. അത്രയും വലിയൊരു പാഠം നമ്മൾ ഒരു 12 പോയിന്റ് ആയി ചുരുക്കാൻ പോവാണ്. മക്കൾ ഇത് പഠിച്ചോളൂ. ഇത് പഠിച്ചാൽ മക്കൾക്ക് ഡയറിയോ ലെറ്ററോ വന്നിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും എഴുതാൻ പറ്റും. പിന്നെ അതിന്ന് വരുന്ന വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒക്കെ മിസ് ലാസ്റ്റിലോട്ട് പറയുന്നതായിരിക്കും കേട്ടോ. ആ ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും പറഞ്ഞുതരാം. ഓക്കെ, ഈ 12 പോയിന്റ് നമുക്ക് ആദ്യം അങ്ങ് പഠിച്ചേക്കാം അല്ലെ. ശ്രദ്ധിച്ചോളൂ, ഇത് എഴുതിയെടുക്കേണ്ടവർ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. മിസ് പറയുന്ന മലയാളം അർത്ഥം അനുസരിച്ചിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹിന്ദി സ്വന്തമായിട്ട് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞ് കുറെ മക്കൾ സങ്കടപ്പെടാറുണ്ട്. അപ്പൊ അവര് ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാൽ പോയിന്റ്സ് പഠിക്കുക, എന്നിട്ട് എഴുതി പഠിക്കുക. അതാണ് നമ്മുടെ അങ്ങനെ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വന്തമായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ പഠിച്ചു നോക്കുക. ശ്രദ്ധിക്കുക, ആദ്യത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ, तीरे तीरे नर्मदा, अमृतलाल वेगड की नर्मदा पदयात्राओं का वृत्तांत है. തീരെ തീരെ നർമ്മദ, ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. തീരെ തീരെ നർമ്മദ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നർമ്മദാ തീരങ്ങളിലൂടെ. ഈ നർമ്മദാ തീരങ്ങളിലൂടെ എന്ന് പറയുന്നത് നമ്മുടെ അമൃതലാൽ വേഗഡിന്റെ നർമ്മദാ പദയാത്രയുടെ ഒരു വൃത്താന്തമാണ്. വൃത്താന്തം എന്ന് വെച്ചാൽ എന്താണ്? വിവരണം എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആവിഷ്കാരം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, എന്താണ്? ഒരു വിവരണമാണ് എന്ന് പറയാണ്. അതായത് അമൃതലാൽ വേഗഡിന്റെ നർമ്മദാ പദയാത്ര, ട്രെയിനിലോ ബസ്സിലോ ആണോ നർമ്മദാ തീരങ്ങളിലൂടെ സഞ്ചരിച്ചേ? അല്ല, കാൽനട യാത്രയാണ്. അപ്പൊ ഇത് എന്തായാലും പഠിക്കണം. പദയാത്രയാണ്, കാൽനട യാത്രയാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അതിന്റെ ഒരു ആവിഷ്കാരമാണ്, വിവരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിലൊരു ഭാഗമാണ് ഈ തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള റെയിൻ ബസേരമേ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആലോചിച്ചു വെക്കേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് നമ്മുടെ അമൃതലാലും ചോട്ടു, ഞാൻ പറഞ്ഞില്ലേ സഹായിയായിട്ടുള്ള ചോട്ടുവാണ് ഈ ഒരു യാത്ര നടത്തുന്നുണ്ടായിരുന്നത്. അതായത് നമ്മുടെ റെയിൻ ബസേരമേ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഈ 2 ആൾക്കാരാണ് യാത്ര നടത്തുന്നത് കേട്ടോ. യാത്ര നടത്തുന്ന ആൾക്കാരെയാണ് പറഞ്ഞത്, ചോട്ടുവും അമൃതലാലും അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കഥ തുടങ്ങാം. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വാരി വരിച്ച് പറയുന്നുണ്ട്. പക്ഷെ മക്കൾ എന്താണ്, ഡയറി ഓർ ലെറ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്ര മതി. മിസ് എഴുതി തരുന്ന പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കിയിട്ട് പോവാ. ശ്രദ്ധിക്കുക, ബഹുത് കഠിൻ യാത്ര കെ ബാദ് ഹം പത്തോഡ പഹുഞ്ചെ. നമ്മുടെ ലേഖകൻ പറയുന്നത് പോലെ തന്നെയാണ് മിസ് എഴുതിയിട്ടുള്ളത്. കാരണം ഡയറിയും നമ്മുടെ ലെറ്ററും ഒക്കെ അങ്ങനെയാണല്ലോ വരിക. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ വരിക. അതുകൊണ്ട് അങ്ങനെ തന്നെ പോയിന്റ് എഴുതി വെച്ചേക്കുന്നു കേട്ടോ. നോക്കുക, ഒരുപാട് കഠിൻ യാത്ര കെ ബാദ്, ഒരുപാട് കഠിനമായിട്ടുള്ള യാത്രയ്ക്ക് കെ ബാദ് എന്ന് വെച്ചാൽ എന്താണ്? ശേഷം എന്നുള്ള അർത്ഥമാണ്. ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞങ്ങൾ
പത്തോട പഹൂഞ്ചി. പത്തോട എന്ന് പറയുന്നത് ഗ്രാമത്തിന്റെ പേരാണ് കേട്ടോ. അവിടുത്തെ ഗ്രാമത്തിന്റെ പേരാണ്. പത്തോട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരുപാട് യാത്രയ്ക്ക് ശേഷം അവർ എത്തുകയാണ്. പക്ഷെ ആ ഗ്രാമം രാത്രി ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾ. രാത്രി ആയിട്ടുണ്ട്. പക്ഷെ അന്ന് രാത്രി മഴ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മുടെ ലേഖകനും അതായത് നമ്മുടെ അമൃതലാലിനും ചോട്ടുവിനും എന്ത് ചെയ്യേണ്ടി വരാന്നറിയോ? ആ പത്തോട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഗാവില് നിൽക്കേണ്ടി വരാണ്. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് എഴുതി നോക്കിക്കേ. ബാരിഷ് കി വജഹ്. ബാരിഷ് കെ വജഹ് എന്താണ്? കാരണം എന്നുള്ള അർത്ഥമാണ്. മഴ കാരണം ഉസ് രാത്, ആ ഒരു രാത്രി, ഉസ് ഗാവുമേ, ആ ഗ്രാമത്തിൽ റുക്നാപട. റുക്നാപട എന്താണ്? നിൽക്കേണ്ടി വന്നു എന്നുള്ള അർത്ഥമാണ്. മിസ് പറയുന്ന അർത്ഥങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ മക്കള്. കുറച്ചുകൂടി എളുപ്പത്തിന് എഴുതിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? നന്നായിട്ട് മലയാളം അർത്ഥം എഴുതിയെടുക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ, ഹിന്ദി ബുദ്ധിമുട്ടുള്ള മക്കള്. അപ്പൊ എന്താണ്? റുക്നാപട ചെന്നാൽ നിൽക്കേണ്ടി വന്നു. എവിടെ നിൽക്കേണ്ടി വന്നു? പത്തോട എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിൽക്കേണ്ടി വന്നു. ആർക്കൊക്കെ നിൽക്കേണ്ടി വന്നു? നമ്മുടെ അമൃതലാൽ വേഗടിനും പിന്നെന്താണ് നമ്മുടെ ചോട്ടുവിനും നിൽക്കേണ്ടി വരാണ്. ഓക്കെ, അങ്ങനെ നിന്ന സമയത്ത് എന്ത് ചെയ്തു? അവർക്ക് രാത്രി തങ്ങാൻ ഏതെങ്കിലും സ്ഥലം വേണ്ടേ? അപ്പം അവിടുത്തെ ഗ്രാമവാസികൾ അവർക്ക് വേണ്ടി അവിടുത്തെ ഒരു അമ്പലം തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഉസ് ഗാവുമേ, ആ ഗ്രാമത്തിൽ ഏക്ക് മന്ദിർ ത, ഒരു മന്ദിർ ഉണ്ടായിരുന്നു. മന്ദിർ മീൻസ് എന്താണ്? ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാണ്. മന്ദിർ കി ദേഖ് രേഖ് കർനെ വാലെ, ആ മന്ദിറിനെ ദേഖ് രേഖ്, ദേഖ് രേഖ് എന്താണ്? പരിപാലിക്കുന്ന എന്നുള്ള അർത്ഥം കേട്ടോ. പരിപാലിക്കുന്ന അല്ലെങ്കിൽ നോക്കി നടത്തുന്ന ഗ്രാമീൺ എന്ത് ചെയ്തു? ഉസേ, അതിനെ, ഏതിനെ? നമ്മുടെ അമ്പലത്തിനെ, ഹമാരെ ലിയെ, ഞങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ലേഖകനും ചോട്ടുവിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഘോലദിയ. ഘോലദിയ വെച്ചതാണ് തുറന്നു തന്നു എന്ന് പറയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അന്ന് രാത്രി അവരുടെ രാത്രിയുള്ള ആ നൈറ്റ് ഷെൽട്ടർ എന്തായിരിക്കും? രാത്രി അവർ നിൽക്കുന്ന സ്ഥലം ഏതായിരിക്കും? അതായത് നമ്മുടെ റെയിൻ ബസേരമേ, നമ്മുടെ പാഠത്തിന്റെ പേര് റെയിൻ ബസേരമയാണ് അല്ലെ. റെയിൻ ബസേരമേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഗ്രാമീണർ തുറന്നു കൊടുത്തിട്ടുള്ള മന്ദിർ ആയിരിക്കും, അമ്പലമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആ പോയിന്റും കൂടി എഴുതാണ്. നോക്കിക്കേ, ഉസ് ദിൻ, ആ ദിവസം, വഹി ഹമാര റെയിൻ ബസേര ത, അതായിരുന്നു ഞങ്ങളുടെ റെയിൻ ബസേര എന്ന് പറയുന്നത്. അപ്പൊ റെയിൻ ബസേര എന്താന്ന് കൃത്യമായി, ആ മന്ദിറായിരുന്നു അന്നത്തെ രാത്രി ഞങ്ങളുടെ റെയിൻ ബസേര എന്ന് പറയുന്നത് എന്ന് ഓക്കെ ആയി. 4 പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മുടെ ചോട്ടുവും പിന്നെ നമ്മുടെ നമ്മുടെ ചോട്ടിയും പിന്നെ നമ്മുടെ അമൃതലാലും ലേഖകനും കൂടി എന്ത് ചെയ്യാണ്? അന്ന് രാത്രി സുഖമായിട്ട് അവിടെ കിടക്കാൻ പോവാണ്. നമ്മുടെ ഗ്രാമീണരാണെങ്കിൽ നല്ല ആൾക്കാരാണ്. അവരെന്ത് ചെയ്തു? അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബക്കറ്റ് കൊടുത്തു, കിടക്കാൻ വേണ്ടിയിട്ട് ഒരു പായ കൊടുത്തു. പായക്ക് നമ്മൾ ദരി എന്ന് പറയും. ഇതൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ സുഖമായിട്ട് കിടന്നുറങ്ങുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതാണ്. ഡയറി എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് എഴുതിയാൽ മതി. ലെറ്ററിലൊന്നും ഈ പോയിന്റ് എഴുതണം എന്നില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഉള്ള ഒരു പോയിന്റ് ആണ് ഇത്. നോക്കുക, മുൻ ലോക്, ആ ഒരു ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ, ഹമേ, ഞങ്ങൾക്ക്, ചോട്ടുവിനും ലേഖകനും, ദരി ഒരു പാനി ലാനെ കേലിയെ ബാൽട്ടി ബീതി. ദരി എന്ന് വെച്ചാൽ പായയാണ് അല്ലെങ്കിൽ കാർപ്പറ്റ് എന്നൊക്കെ മക്കൾക്ക് പറയാം. പാനി ലാനെ കേലിയെ, വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് തന്നു? ബാൽട്ടിയും തന്നു. ബാൽട്ടി എന്ന് വെച്ചാൽ ബക്കറ്റ് ആണ്. ബക്കറ്റ് ഒക്കെ ഞങ്ങൾക്ക് തന്നു. നല്ല മനുഷ്യന്മാരായിരുന്നു അവിടുത്തെ ആൾക്കാർ അല്ലെ. എന്നിട്ട് നമ്മുടെ ചോട്ടുവിനെ ഖാന ബനാ ദിയ, ചോട്ടു എന്ത് ചെയ്തു? ഭക്ഷണവും, ഖാന എന്താണ്? ഫുഡും വെച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലാസ്റ്റിലോട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒരു ഭാഗം തരുന്നുണ്ട്. അപ്പൊ അതിൽ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോട്ടു ഗ്രാമീണർക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ തെറ്റിച്ചു തരും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അത് ശരിയാണെന്ന് പറഞ്ഞ് എടുത്ത് എഴുതാൻ പാടുണ്ടോ? ഇല്ല. ചോട്ടു ആർക്ക് വേണ്ടി മാത്രമേ ഭക്ഷണം വെച്ചിട്ടുള്ളൂ? ചോട്ടുവിന് നമ്മുടെ ആർക്കും വേണ്ടിയിട്ട്, അമൃതലാൽ ലേഖകനും വേണ്ടി മാത്രമേ ഭക്ഷണം വെച്ചിട്ടുള്ളൂ. ആ കാര്യം ഒന്ന് ആലോചിക്കണം കേട്ടോ. അപ്പൊ അത് സഹിയാണോ അല്ലെങ്കിൽ ഗലത്താണോ എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ തെറ്റിക്കാൻ വേണ്ടി തരും, അതൊന്നും തെറ്റിപ്പോവരുത്. നോക്ക, ശ്രദ്ധിക്കാം. ഒരു ലോകോ ഹമേ ദരി തന്നു, ബാൾട്ടി തന്നു. മാത്രമല്ല ചോട്ടു എന്ത് ചെയ്തു? ഖാനയും വെച്ചു, ഭക്ഷണവും വെക്കാണ്, ഫുഡും വെച്ചു അല്ലെ. ഫിർ ഹം ആരാംസെ സോനെ ലഗെ, എന്നിട്ട് ഞങ്ങൾ ആരാംസെ, വളരെ സുഖമായിട്ട് സോനെ ലഗെ, ഉറങ്ങാൻ തുടങ്ങി. ഇവിടെ വരെ നമ്മുടെ കഥ വളരെ സ്മൂത്ത് ആയിരുന്നു. ഈ 5 പോയിന്റ് വരെ വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു കടന്നുപോയത്. അപ്പോഴാണ് ഒരു കഥാപാത്രത്തിന്റെ എൻട്രി ഉണ്ടാവുന്നത്. ഈ എൻട്രിയാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ഈ പാഠം മുഴുവൻ നയിക്കുന്നത്. ശ്രദ്ധിക്കാം. രാത് മേ ഉടുത്തേ സമയം, രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ആ ലേഖകനുണ്ടല്ലോ കിടന്ന് ഉറങ്ങിട്ടോ. ഉറങ്ങിയ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഞെട്ടിയൊക്കെ ഉണരത്തില്ലേ? ആ ഞെട്ടി ഉണരാണേ. രാത് മേ ഉടുത്തേ സമയം, എഴുന്നേറ്റ സമയത്ത്, പേരോക്കെ പാസ്, പേരെന്ന് വെച്ചാൽ എന്താണ്? കാലുകളാണ് കേട്ടോ. കാലുകളുടെ പാസ് എന്ന് വെച്ചാൽ എന്താണ്? അടുത്തായിട്ട് ഒരു ആദ്മി പടാ ഹുവാ താ,
ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആത്മീ വെച്ച മനുഷ്യനാണ്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, പടാഹുവാത്ത വെച്ചാണ് കിടക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലേഖകന്റെ കാലിന്റെ ചോട്ടിൽ ആരോ കിടക്കുക. ഇത്രയും നേരം അങ്ങനെ ഒരു സാധനത്തിന് കണ്ടിട്ടില്ല. പക്ഷെ പെട്ടെന്ന് എവിടുന്നോ ഏതോ ഒരു ആത്മീ വന്ന് കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലേഖകൻ പിന്നെ കിടന്നു, കുഴപ്പമില്ല, ആരോ കിടക്കാന്ന് വിചാരിച്ചേ. കുറച്ച് എഴുപ്പുണ്ട്. ഇയാൾ ഈ കിടക്കുന്ന ആള് എന്തൊക്കെയോ ബഡ്ബഡാന എന്നാണ്, എന്തൊക്കെയോ സംസാരിക്കുക, പിറുപിറുക്കുക എന്നുള്ള അർത്ഥമാണ്. ബഡ്ബഡാന എന്നാണ് പിറുപിറുക്കുക എന്നുള്ള അർത്ഥമാണ്. പിറുപിറുക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ലേഖകൻ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇയാൾ എന്തൊക്കെയോ കിടന്നും തിരിഞ്ഞു എന്തൊക്കെയോ വിളിക്കുന്നു, എന്തൊക്കെയോ ശ്ലോകമൊക്കെ ചൊല്ലുന്നുണ്ട്, അങ്ങനത്തെ എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ ബഡ്ബഡാ റഹാത്ത ഇത് കണ്ടിട്ട് നമ്മുടെ ലേഖകൻ വിചാരിച്ചു ചിലപ്പോ എന്താ ഭ്രാന്തായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അല്ലെ. ഷായത് വഹ് പാഗൽ ശരിപ്പം. ഷായത് എന്ന് വെച്ചാൽ ഒരു പക്ഷേ എന്നുള്ള അർത്ഥമാണ്. പാഗൽ എന്ന് വെച്ചാൽ എന്താണ്, ആ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്, ഭ്രാന്തുള്ള ആളാണ് എന്നാര് വിചാരിക്കുകയാണ്, നമ്മുടെ ലേഖകൻ വിചാരിക്കുകയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഉറങ്ങാനും നമ്മുടെ ലേഖകൻ അങ്ങനെ സമ്മതിച്ചോ? നമ്മുടെ ആത്മീ കുറച്ച് കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് ശരിക്കും ഭ്രാന്തായിരുന്നു അല്ലെ. നോക്കിക്കേ, കുച്ച് ദേർ ബാദ്, കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ആത്മീ ഉട്ടുക്കർ എഴുന്നേറ്റിട്ട്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഊൽ ജലൂൽ ബക്കനെ ലഗ. ഊൽ ജലൂൽ ബക്കന എന്നറിയോ, നോൺസെൻസ് പറയാ, അസംബന്ധം പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ ഊൽ ജലൂൽ ബക്കന എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, നിങ്ങൾ വേണമെന്നാണ് നോൺസെൻസ് പറയുക എന്നുള്ള അറിയാം കേട്ടോ. എന്തൊക്കെയോ നോൺസെൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പറയാ. അതായത് ഞാൻ CID ഇൻസ്പെക്ടർ ആണ്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, ചാട്ടവാറെടുത്ത് അടിക്കും, എന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി വർത്താനം. അങ്ങനെ ഊൽജലോൽ ബക്കരയിലൊക്കെ ആര്, നമ്മുടെ ആ ഒരു ആത്മീയ കേട്ടോ. ഓക്കെ, പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് നോക്കിക്കേ. അപ്പനെ ആപ്പ് എന്ന് വെച്ചാൽ സ്വയം എന്നുള്ള അർത്ഥമാണ്. സ്വയം CID ആണ് കേട്ടോ മക്കളെ. CID എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻസ്പെക്ടർ ബത്താനെ ലഗ, CID ഇൻസ്പെക്ടർ എന്ന് പറയാൻ തുടങ്ങുകയാണ്. ഓക്കെ, എന്നിട്ടോ മുझसे സവാൽ പൂछने ലഗ, എന്നോട് സവാൽ മീൻസ് എന്താണ്, ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭ്രാന്തായ ആളെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു കൂട്ടുകയാണ്. ആ കാണിച്ചു കൂട്ടുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറയൂല എന്ന് പറഞ്ഞ് നിൽക്കോ? പേടിയാവത്തില്ലേ? നമ്മുടെ ലേഖകനും പേടിയായി. ലേഖകൻ എന്ത് ചെയ്തു, അയാൾ ചോദിക്കുന്ന സവാലിനൊക്കെ പേടിച്ചിട്ട് നിസ്സഹായനായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആൻസർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, മേ ഡർസെ, ഞാൻ പേടിച്ചിട്ട്, ഡർസെ എന്ന് വെച്ചാൽ പേടിച്ചിട്ട്, അസഹായ ഹോക്കർ, അസഹായ എന്ന് വെച്ചാൽ നിസ്സഹായനായി എന്നുള്ള അർത്ഥം കേട്ടോ. നിസ്സഹായനായിട്ട് ജവാബ് ദേത്താ രഹ, ജവാബ് എന്ന് വെച്ചാൽ ആൻസേഴ്സ് കൊടുത്തോണ്ടേയിരുന്നു എന്ന് പറയാണ്. ഓക്കെ, ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. നമ്മുടെ ഡയറിയോ ലെറ്ററോ വരികയാണെങ്കിൽ ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ ഉൽജലൂൽ ബക്കനയിലക CID ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഭാഗങ്ങളൊന്നും മറക്കരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അങ്ങനെ എന്തുണ്ടാവാന്ന് അറിയോ, പെട്ടെന്ന് ഇയാളുടെ ശ്രദ്ധയുണ്ടല്ലോ നമ്മുടെ ലേഖകന്റെ ബാഗിലോട്ട് ചെന്ന് പെടുകയാണ്. ബാഗ് കാണാം കേട്ടോ. നോക്കാം, ഫിർ ഉസ്നെ മേരാ പിട്ടു ഗോൽ ദിയ. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ എന്റെ ലേഖകന്റെ പിട്ടു എന്ന് വെച്ചാൽ എന്താണ്, പിട്ടു എന്ന് വെച്ചാൽ ബാഗ് ആണ് കേട്ടോ, ബാഗാണ്. എന്റെ ബാഗ് ഗോൾ ദിയ, തുറക്കുകയാണ്. ബാഗ് തുറക്കുമ്പോൾ നമ്മുടെ ലേഖകൻ പേടിച്ച് നിൽക്കുകയാണ്. കാരണം കത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ. ആ കത്തിയൊക്കെ ഇങ്ങനെ എടുത്ത് കുത്തിയാലോ എന്നൊക്കെയുള്ള പേടി നമ്മുടെ ലേഖകനുണ്ട്. അപ്പൊ ലേഖകൻ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണേ. അപ്പൊ എന്താണ്, നമ്മുടെ ഈ ആത്മീ നമുക്ക് പാഗൽ ആത്മീ എന്ന് പറയാം കേട്ടോ. കാരണം എന്താണ്, നമുക്ക് പട്കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ വരുന്ന സമയത്ത് ഈ ക്യാരക്ടറിന്റെ പേര് നമ്മൾ എഴുതണം. വെറും ആത്മീ എന്ന് എഴുതിയിട്ട് കാര്യമില്ല, പാഗൽ ആത്മീ എന്ന് എഴുതിക്കോളാം മക്കൾ കേട്ടോ. ഭ്രാന്തായിട്ടുള്ള മനുഷ്യനെ എന്നുള്ളത് എഴുതാം കേട്ടോ. ഓക്കെ, ഈ പാഗൽ ആത്മീ എന്ത് ചെയ്യാൻ തുടങ്ങി, ചീസ് നിക്കാൽക്കർ, ഓരോ ചീസ് എന്ന് വെച്ചാൽ എന്താണ്, ആ ചീസ് അല്ല, സാധനങ്ങളാണ് കേട്ടോ. ഓരോ സാധനങ്ങളും എന്ത് ചെയ്തു, നിക്കാൽക്കർ എടുത്ത് ഫേങ്കനയിലക, എടുത്തെറിയാൻ തുടങ്ങി. ഓരോന്നിങ്ങനെ ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്തെറിയാണ് കേട്ടോ. ഓക്കെ, അന്തമേ അയാൾക്ക് എന്ത് കിട്ടി, അവസാനം അയാൾക്ക് കുച്ച് കിതാബേ നിക്കാലി, കുറച്ച് പുസ്തകങ്ങൾ അയാൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഫുള്ളെല്ലാം ഇങ്ങനെ എറിഞ്ഞ് കുറച്ച് പുസ്തകങ്ങൾ, കുറച്ച് കിതാബ് കിട്ടുകയാണ് ആർക്ക്, നമ്മുടെ പാഗലായിട്ടുള്ള ആത്മീക്ക് കേട്ടോ. ആ കണ്ടപ്പോ അയാൾ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് നമ്മുടെ ലേഖകന് നേരെ മുഖം തിരിച്ചിട്ട് ചോദിക്കുകയാണ്, തും ക്യാ കർത്തേ ഹോ,
നീ എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. മേനെ കഹാക്കി, അപ്പൊ നമ്മുടെ ലേഖകൻ പറഞ്ഞു മേ ഏക്ക് ശിക്ഷക് ഹുമല്ല താ. കേട്ടോ, നിങ്ങൾ ആലോചിക്കണേ, ഹുമല്ല നമ്മുടെ ഞാനൊരു ശിക്ഷകനായിരുന്നു എന്ന് പറയാണ്. അതായത് നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിച്ച സമയത്ത് ഞാനൊരു ശിക്ഷകനായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ പാഗൽ ആത്മി ഞാനൊരു അധ്യാപകനായെന്ന് പറഞ്ഞ സമയത്ത് സ്റ്റെക്കായി നിൽക്കുക കേട്ടോ, നന്നായിട്ട് സ്റ്റെക്കായി നിൽക്കുക. കാരണം ഇവിടെ നമ്മൾ കാണിക്കുന്നത് അയാൾക്ക് പാഗലാണെങ്കിലും ഭ്രാന്താണെങ്കിലും ആ പുസ്തകത്തിനോടുള്ള റെസ്പെക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ആ നോളജുള്ള ബുദ്ധിയുള്ള എന്നല്ല, നമ്മൾ എന്താണ് അറിവുള്ള മനുഷ്യന്മാരോടുള്ള റെസ്പെക്ട്, അതാണ് നമ്മുടെ ഈ പാഠത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. ഇത് കേട്ട സമയത്ത്, അതായത് ഞാൻ ശിക്ഷകനായിരുന്നു, ശിക്ഷക്ത എന്നുള്ള ആ വാക്ക് കേട്ട സമയത്ത് യേ സുൻതേ ഹി വ ചുപ് ഹോ ഗയാ. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ പാഗൽ ആത്മി എന്തായിന്ന് അറിയോ? ചുപ് ഹോ ഗയാ, മിണ്ടാണ്ടായി പോയി. കുറച്ചു നേരം മിണ്ടാണ്ടായേ. എന്നിട്ട് പറഞ്ഞു സോ ജാനേക്കോ കഹ, ഉറങ്ങാൻ പറഞ്ഞു. സോ ജാന എന്താണ്? ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. അതായത് നിങ്ങൾ ആലോചിക്കണേ, ഭ്രാന്ത് പിടിച്ച ആള് കുറച്ചു നേരം ബുക്ക് നോക്കിക്കുന്നു, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കുന്നു, ശിക്ഷകനാണെന്ന് പറയുന്ന സമയത്ത് കുറച്ചു നേരം മിണ്ടാണ്ട് നിൽക്കുന്നു, എന്നിട്ട് ഉറങ്ങ് എന്നുള്ളൊരു വർത്താനം പറയാം. അപ്പൊ നമ്മുടെ ലേഖകൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? പെട്ടെന്ന് തന്നെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നിട്ടുണ്ടാവും അല്ലെ. ഈ കിടന്ന സമയത്ത് ആര് പറയാണ്? നമ്മുടെ ഈ ഒരു പാഗലാത്മി എന്താ ചെയ്തതറിയോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, ഈ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 8-9 പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ, അഥവാ ഡയറിയോ ലെറ്ററോ വരുന്ന സമയത്ത് നോക്കാം. സോ ജാനേക്കിലെ കഹ, ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഉറങ്ങാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം നമ്മുടെ പാഗൽ ആത്മി നമ്മുടെ ലേഖകന്റെ കാൽ എന്ത് ചെയ്തു അറിയോ? മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് അയാളോടുള്ള റെസ്പെക്റ്റ് ആണ് കാണിക്കുന്നത് ഈ പാഗൽ ആത്മി അല്ലേ. നോക്കാം. ഫിർ മേരെ പേർ ദബാനെ ലഗ, എന്റെ പേർ എന്ന് വെച്ചാൽ എന്താണ്? കാലുകൾ. ദബാന എന്ന് വെച്ചാൽ അമർത്തുക എന്നുള്ള അർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താണ്? മസാജ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയാണ്. മേരെ മുട്ടി പേ, അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു അറിയോ? ഇയാളുടെ മുട്ടി എന്ന് വെച്ചാൽ മുഷ്ടിന്റെ ഭാഗം എന്നാ പറയാം കേട്ടോ. നമ്മുടെ ലേഖകന്റെ മുഷ്ടിന്റെ ഭാഗത്ത് ഒരു 20 പൈസയും വെച്ചിട്ട് ചലാഗയ, ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവാണ് നമ്മുടെ പാഗൽ ആത്മി. ഇത്രയും നേരം എന്തൊക്കെയോ തോന്നിവാസങ്ങൾ, ഊൽജലൂൽ ബക്കനാച്ച്, എന്താണ് നോൺസെൻസ് വിളിച്ചു പറയാം അല്ലെ. ഈ നോൺസെൻസ് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഉറങ്ങാൻ പറയുന്നു. പേർ ദബാനയിലക, മസാജ് ചെയ്യുന്നു, കാലുകളൊക്കെ മസാജ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? 20 പൈസയുടെ കോയിൻ അല്ലെ, 20 പൈസയുടെ ഒരു കോയിനും വെച്ചിട്ട് ഓടിപ്പോവാണ് ആര്? നമ്മുടെ ഇയാളല്ലേ. നമ്മുടെ ഈ ഒരു ലേഖകൻ ഇതൊന്നും എന്താ സംഭവം എന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ. നോക്കിക്കേ, 20 പൈസയുടെ ആ കോയിൻ വെച്ച കഥയും കൂടി നമ്മൾ പറയണം. നോക്കിക്കേ, മേരെ മുട്ടി പേ, ഈ കാല് അമർത്തി കഴിഞ്ഞിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ മേരെ മുട്ടി പേ, എന്റെ മുഷ്ടിയിൽ എന്ത് ചെയ്തു? 20 പൈസേക്ക, 20 പൈസയുടെ ഒരു സിക്ക മീൻസ് എന്താണ്? കോയിൻ ആണേ, ഒരു കോയിൻ, ഒരു നാണയം വെച്ചിട്ട് എന്ത് ചെയ്തു? ചലാഗയ, പോവാണ് ഈ ആത്മി ട്ടോ, പാഗൽ ആത്മി. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലേഖകന് കത്തിയത്. ശിക്ഷകനോടുള്ള റെസ്പെക്റ്റ് ആണ് ഇയാൾ കാണിച്ചത്. വലിയ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് മസാജ് ചെയ്തെടുത്തു. ചിലപ്പോൾ ആ 20 പൈസ വലിയ പൈസ ഒന്നും ആയിരിക്കത്തില്ല, കുഞ്ഞു പൈസ ആയിരിക്കും. പക്ഷേ നമ്മുടെ ലേഖകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എന്താണ്? റെസ്പെക്റ്റ് കിട്ടിയ ആ ഒരു നിമിഷമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മുടെ ലേഖകൻ പറയാണ്, മുझे शिक्षक के रूप में, എനിക്ക് ശിക്ഷകൻ എന്ന് വെച്ചാൽ എന്താണ്? അധ്യാപകൻ, ടീച്ചർ എന്ന് പറയുന്ന രൂപത്തിൽ കൈബാർ, ഒരുപാട് തവണ, കൈബാർ എന്ന് വെച്ചാൽ ഒരുപാട് തവണ സമ്മാൻ മിലാഹെ, സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നല്ല, എന്താണ് ഉദ്ദേശിച്ചത്? ബഹുമതി കിട്ടിയിട്ടുണ്ട്, റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്, ആദരവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സമ്മാൻ എന്ന് വെച്ചാൽ ആദരവ് എന്നുള്ള അർത്ഥമാണ്, മക്കൾക്ക് അങ്ങനെ എടുക്കട്ടോ. ആദരവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ സമ്മാൻ, ഈ ഒരു ആദരവ് എന്ന് പറയുന്നത് അപൂർവത, ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്, യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ എഴുതി വെക്കണം മക്കൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സമ്മാനം, ഈ ഒരു റെസ്പെക്ട്, ഈ ഒരു ഓണർ എന്ന് പറയുന്നത്, ഈ ഒരു ആദരവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അപൂർവമായിരുന്നു, യുണീക്ക് ആയിരുന്നു എന്ന് പറയാണ് നമ്മുടെ ആര്? ലേഖകൻ ആരായിരുന്നു? അമൃതലാൽ വേഗഡ് പറയാണ്. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് രാവിലെ ആയ സമയത്ത് ഇവരെന്ത് ചെയ്യാണ്? പോവാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ യുവാവ് പറയുന്നത്, അതുണ്ടല്ലോ എന്റെ അച്ഛനായിരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ചോട്ടുവിനൊക്കെ കൂടി ദേഷ്യമാണേ. ചോട്ടു പറയുന്നുണ്ട്, നിങ്ങളൊന്നും എന്താ വരാഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ദേഷ്യം സീനൊക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആ യുവാവ് പറയുന്നത്, എന്റെ അച്ഛനായിരുന്നു, അച്ഛൻ ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുള്ള ആളാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആരും ഉപദ്രവിക്കാറൊന്നുമില്ല എന്നുള്ള കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളത് പറയാണ്. സുബഹ് ജബ് ഹം ജാനേ ലഗേ, രാവിലെ ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ, പടോസ് കെ ഏക് യുവ, പടോസ് എന്ന് വെച്ചാൽ അടുത്തുള്ള,
അടുത്തുള്ള വീട്ടിൽ അല്ലെങ്കിൽ നൈബർ ആയിട്ടുള്ള ഒരു യുവാവ് എന്ത് ചെയ്യാണ്, യുവാവിൽ നിന്നും പത്താ ചലാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചു, അറിയാൻ സാധിച്ചു എന്നുള്ള അർത്ഥമാണ് പത്താ ചലാക്കി. എന്താ പത്താ ചലാക്കി? എന്താണ് മനസ്സിലായത്? വഹ് ആത്മി എന്ന് പറയുന്നത് ആ മനുഷ്യൻ, ഇന്നലെ രാത്രി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ ആ മനുഷ്യനുണ്ടല്ലോ, ആ 20 പൈസ വെച്ചു കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, പേര് വന്നിട്ട് എന്താണ് അമർത്തിയ മസാജ് ചെയ്ത മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ഉസ്കാ പിതാ ഹേ, അവന്റെ അച്ഛനാണ് എന്ന് മനസ്സിലാവാണ് അല്ലെ. ഉസേ പാഗൽപൻ കാ ദൗരെ പടുത്താ ഹേ, അവന് പാഗൽപൻ കാ ദൗരെ എന്ന് വെച്ചാൽ ഭ്രാന്തിന്റെ അസുഖമുണ്ട്, ഇടയ്ക്ക് വെച്ച് ഒരു ഭ്രാന്ത് കുറച്ച് ഓവർ ആവുന്നൊരു പ്രശ്നമുണ്ട് എന്ന് ആര് പറയാണ്? നമ്മുടെ യുവ പറയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ലേഖകൻ പോകുന്ന വഴിക്ക് വീണ്ടും നമ്മുടെ പാഗലാത്മീനെ കണ്ടുമുട്ടുകയാണ്, വീണ്ടും കാണുകയാണ്. അപ്പത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പാഗലാത്മി എന്തായിട്ടുണ്ട്, കുറച്ചൊക്കെ നോർമൽ ആയിട്ട് പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടേ. നോക്കണേ, രാസ്തേമേ വഴിയിൽ ദൊബാര മീൻസ് എന്താണ്? വീണ്ടും, രണ്ടാമതും എന്നുള്ള അർത്ഥമാണ്. രണ്ടാമതും നമ്മുടെ ഉസ് ആദ്മി കോ ദേക്ക, ആ ഒരു ആത്മീയെ, ആ ഒരു മനുഷ്യനെ നമ്മളെ അമൃതലാൽ വേഗടും ചോട്ടവും കാണുവാണ്. തോ ഉസ്നെ മേരെ പാവ് ചൂക്കർ മാഫി മാങ്കി, ആ സമയത്ത് ഈ പാഗലാത്മി എന്ത് ചെയ്തു അറിയോ? എന്റെ പാവ് ചൂക്കർ, ലേഖകന്റെ പാവ്, കാല് പിടിച്ച്, പാവ് ചൂക്കർ എന്ന് വെച്ചാൽ കാല് തൊട്ട്, കാല് പിടിച്ച് എന്ത് ചെയ്തു? മാഫി മാങ്ക, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ക്ഷമിക്കണം ഗുരു, എനിക്ക് തെറ്റ് പറ്റിയതാന്നൊക്കെ പറഞ്ഞു. അതായത് അധ്യാപകരോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്ട് നോക്കണേ. പാഗലാണെങ്കിലും അയാൾക്ക് എന്തിന്റെ ബോധമുണ്ട്? ഇതൊരു അധ്യാപകനാണ്, അധ്യാപകനോട് നമ്മൾ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ഇതെന്തുണ്ട്, ആ ഒരു ബോധം അയാൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് അല്ലെ. നോക്കിക്കേ, ഉസ്നെ ഗുരുവും കാ മാൻ ബഹുത് ബഡായാ ഹേ, അദ്ദേഹം ആ ഒരു പാഗലായിട്ടുള്ള ആത്മീ ഗുരുവും കാ, ഗുരുക്കളുടെ അധ്യാപകരുടെ മാൻ, അഭിമാനം വളരെയധികം, ബഡായാ ഹേ എന്ന് വെച്ചാൽ വർദ്ധിപ്പിച്ചു എന്ന് പറയാണ് ആര്? നമ്മുടെ ലേഖകൻ അല്ലെ. വ സിക്ക, ആ ഒരു സിക്ക ഉണ്ടല്ലോ, ആ കോയിൻ ഉണ്ടല്ലോ, 20 പൈസയുടെ സിക്ക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു സിക്ക ഇപ്പോഴും നമ്മുടെ ലേഖകന്റെ കയ്യിൽ സുരക്ഷിതമാണ്. നോക്കിക്കേ, ആജ് ബി, ഇന്നും മേരെ പാസ്, എന്റെ കയ്യിൽ സുരക്ഷിത് ഹേ എന്ന് നമ്മുടെ ലേഖകൻ പറയുന്നുണ്ട്. നമ്മുടെ റെയിൻ ബസേരമേ എന്ന് പറയുന്ന പാഠം ഇത്രയേ ഉള്ളൂ, ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. മക്കൾ നിർബന്ധമായിട്ടും ഈ കീ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടാവണം. ഇത് പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ എക്സാമിന് പോകുന്ന സമയത്ത് മുഴുവൻ പാഠം പഠിക്കാൻ നേരം ഇല്ലാത്ത സമയത്ത് ചെയ്യേണ്ട പരിപാടി എന്താണ്? ഈ പോയിന്റ്സ് പഠിക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ ഏകദേശം എന്തായി? നിങ്ങൾക്ക് കത്തും. ഇനി ഈ പാഠം എങ്ങനെ പഠിക്കാം എന്ന് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. നോക്കാം. ആദ്യം മിസ് എഴുതി തന്നില്ല ഈ 12 കീ പോയിന്റ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പത്ര വന്നാൽ, ലെറ്റർ വന്നാൽ അതും എഴുതാൻ പറ്റും. ഡയറി വന്നിട്ടുണ്ടെങ്കിൽ ഡയറിയും എഴുതാൻ പറ്റും. ഓക്കെ, ഈ 2 സാധനം കീ പോയിന്റ്സ് വെച്ച് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ പട്കഥ, ഈ പാഠഭാഗത്തിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള, ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പട്കഥ എന്ന് പറയുന്നത്. പട്കഥയുടെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പട്കഥ വെച്ച് എന്താണ്? തിരക്കഥയാണ്. സീന്, പിന്നെ കഥാപാത്രങ്ങളുള്ള അവരുടെ വയസ്സ്, ഡ്രസ്സൊക്കെ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ് പട്കഥ എന്ന് പറയുന്നത്. തിരക്കഥ, അതിന്റെ ഫോർമാറ്റ് നിർബന്ധമാണ്. 3 സ്ഥലത്ത് നിന്നാണ് നമുക്ക് പട്കഥയോ അല്ലെങ്കിൽ കോൺവെർസേഷൻ, വാർത്താലാപം അല്ലെങ്കിൽ ബാത്ചീത്ത് ചോദിക്കാൻ സാധ്യത. ആ 3 സ്ഥലവും മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മക്കള് എക്സാമിന് പോകുന്ന സമയത്ത് ഈ കീ പോയിന്റ്സിന് കൂടാതെ ആ ഒരു സംഭാഷണത്തിന്റെ ഭാഗമില്ലേ, ആ സംഭാഷണത്തിന്റെ ഭാഗം കൂടി എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചേക്കാം. പാഗലാത്മിയും ലേഖകനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗം 19, 20 പേജ് നമ്പറിലുണ്ട്. പിന്നെ യുവാവും ലേഖകനും, അതായത് എൻ്റെ അച്ഛന് കുറച്ച് കുഴപ്പമുണ്ടെന്ന് പറയുന്ന ഭാഗമില്ലേ, അവിടെ 22 എന്ന് പറയുന്ന പേജ് നമ്പറിൽ അതുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ്? ഗുരു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാഗലാത്മിയും നമ്മുടെ ലേഖകനും തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം തരുന്നുണ്ട്. ആ ഭാഗവും മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോയേക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പട്കഥയും കോൺവെർസേഷൻസും ചോദിക്കാൻ സാധ്യത. പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ മാരത്തോണിലൊക്കെ നമ്മൾ ഇത് പറയുന്നതായിരിക്കും. ഇത് ഫുൾ ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഇതാണ്. നോക്കിക്കേ, സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. മിസ് നേരത്തെ പറഞ്ഞല്ലോ, ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്ത് എഴുതുക. ഈ പാഠവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശരിയോ തെറ്റോ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ തരും, അതിന് ശരി മാത്രം മക്കൾ എടുത്ത് എഴുതുന്ന പരിപാടിയാണിത്. ഈ ഒരു റെയിൻ ബസേരമേ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത ഉള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻസിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക? ഈ പാഠം പഠിച്ചിട്ട് പോവാ കേട്ടോ. അപ്പം നന്നായിട്ട് പഠിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഈ പാഠത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് മക്കൾ പഠിച്ചാൽ മതി. ഇനി പട്കഥ വേണമെങ്കിൽ, ഫോർമാറ്റ് ഒക്കെ വേണമെങ്കിൽ മക്കൾ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കാം. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.